കർഷക മാർച്ചിൽ നിശ്ചയമായും ന്യായമുണ്ട്. നോക്കൂ, ഇപ്പോൾ നമ്മളൊരു വലിയ കർഷക പ്രക്ഷോഭം കണ്ടതാണ്. അതിനുശേഷം വീണ്ടും ഒരിക്കൽ കൂടി കർഷകർ സമരരംഗത്തേക്ക് വരുമ്പോൾ അവർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് അതിൻ്റെ ന്യായ അന്യായങ്ങൾ നിശ്ചയിക്കപ്പെടുന്നത്. ഞാനിതിനെ ഒരു രാഷ്ട്രീയ സമരമായിട്ടല്ല കാണുന്നത്. ഇതൊരു മനുഷ്യത്വ പ്രശ്നമാണ്. കാരണം കർഷകരുടെ ആവശ്യം എന്താ? മിനിമം താങ്ങുവില പ്രഖ്യാപിക്കണം, വിള ഇൻഷുറൻസ് നടപ്പാക്കണം, കർഷകർക്ക് പെൻഷൻ നടപ്പാക്കണം, സൗജന്യ വൈദ്യുതി നൽകണം, അല്ലെങ്കിൽ അതിൻ്റെ ടാരിഫ് ഉയർത്തരുത്. അപ്പോൾ ഇത്തരത്തിൽ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ, ലോണുകൾ, കടങ്ങൾ എഴുതി തരണം, വളരെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ കർഷകർ ഇപ്പോൾ ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയാം, ഇപ്പോൾ നമ്മുടെ രാജ്യം ലോകത്ത് 5-ാം സ്ഥാനത്ത്, സാമ്പത്തിക രംഗത്ത് 5-ാം സ്ഥാനത്തെത്തിയിരിക്കുന്നു എന്ന് പറയുന്നു. 2030 നമ്മൾ 3-ാം സ്ഥാനത്തെത്തും എന്നും പറയുന്നു. എങ്ങനെയാണ് രാജ്യം ഈ ഉയർന്ന സാമ്പത്തിക നേട്ടം കൈവരിച്ചത്? ഇപ്പം നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറയും അന്നദാതാവ് എന്നാണല്ലോ പറയുക കർഷകരെക്കുറിച്ച്. നോക്കൂ, ഇന്ന് ലോകത്ത് അരിയുടെ ഉൽപ്പാദനത്തിൽ, ഗോതമ്പിൻ്റെ ഉൽപ്പാദനത്തിൽ, പഞ്ചസാരയുടെ ഉൽപ്പാദനത്തിൽ 2-ാം സ്ഥാനം ഇന്ത്യക്കാണ്. എന്താണ് മനുഷ്യൻ്റെ അവശ്യ വസ്തു എന്ന് പറയുന്നത്? അത് ഭക്ഷണമാണ്. ലോകത്ത് ഏറ്റവും ഡിമാൻഡുള്ള കാര്യം എന്ന് പറയുന്നത് ഭക്ഷണമാണ്. ആ ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപ്പാദനത്തിൽ ലോകത്ത് 2-ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ. അതാണ് ഇന്ത്യയെ യഥാർത്ഥത്തിൽ സാമ്പത്തികമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒന്നാമത്തെ ഘടകമെന്ന് പറയുന്നത്. അത് ഉൽപ്പാദിപ്പിക്കുന്ന കർഷകരുടെ ഇന്ത്യയിലെ അവസ്ഥ എന്താണ്? ഒരു കണക്ക് പറയാം. 2014 മുതൽ 2023 വരെയുള്ള 9 വർഷക്കാലം നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഭരണകാലത്ത് ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്ത കർഷകരുടെ എണ്ണം 1 ലക്ഷത്തിന് മീതെയാണ്. അത് ഏതെങ്കിലും ഒരു സ്വകാര്യ ഏജൻസിയുടെ കണക്കല്ല, NCRBയുടെ കണക്കാണ്, നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കാണ്. ആ കണക്ക് പ്രകാരം നമ്മൾ പരിശോധിച്ചാൽ ഒരു ദിവസം ശരാശരി 30ഓളം കർഷകർ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ 2014 നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലഘട്ടം മുതൽ ഇങ്ങോട്ടുള്ള കണക്കെടുക്കാൻ കാരണം 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്ന സമയത്ത് NDAയുടെയും BJPയുടെയും പ്രകടന പത്രിക പറഞ്ഞത് കർഷകർക്ക് അവരുടെ വിളയ്ക്ക് മിനിമം താങ്ങുവില നൽകും എന്നാണ്. അതുപോലെ തന്നെ കടങ്ങൾ എഴുതി തള്ളും എന്നാണ്. പിന്നീട് ഈ 2 കാര്യവും അസാധ്യമാണ് എന്ന് ലോക്സഭയിൽ പ്രസംഗിച്ചത് അന്നത്തെ ധനമന്ത്രിയായിട്ടുള്ള അരുൺ ജെയ്റ്റ്ലിയാണ്. അപ്പോൾ അതൊരു വലിയ വഞ്ചനയായിരുന്നു. ആ വഞ്ചനയ്ക്കെതിരായിട്ടൊരു അമർഷം കാർഷിക മേഖലയിലുണ്ട്, കർഷകർക്കിടയിലുണ്ട്. 2020-21 സാക്ഷ്യം വഹിച്ചത് ഒരർത്ഥത്തിൽ ആ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി 3 നിയമങ്ങൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുമ്പോൾ അതിനെതിരായിട്ടുള്ള പ്രക്ഷോഭമാണ്. ആ പ്രക്ഷോഭത്തിൽ മരിച്ചത് എത്ര പേരാരുണേ? 600 പേരാണ്. 333 ദിവസം നീണ്ടു നിന്ന സമരം, 600 പേര് മരിച്ചു. അതിൽ തന്നെ ലഖീംപൂർ കേരിയിലെ സംഭവം എന്താ? ഒരു കേന്ദ്രമന്ത്രിയുടെ മകൻ വണ്ടി ഓടിച്ച് കയറ്റിയാണ് ആളുകളെ കൊന്നത്. അയാളിപ്പോൾ എവിടെയാണുള്ളത്? അയാൾ സുഖമായിട്ട് ബെയിലിൽ ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ കർഷക സമരത്തിൻ്റെ ഭാഗമായി അറസ്റ്റ് ചെയ്യപ്പെട്ടവരോ? അവർ പലരും ജയിലിലാണ്. ആ കേസുകൾ പിൻവലിച്ചിട്ടില്ല. ഒരു നഷ്ടപരിഹാരവും ഇവർക്കാർക്കും നൽകിയിട്ടില്ല. ഈ 600 മരണങ്ങളുടെ മുമ്പിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നിശബ്ദത പാലിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അടിസ്ഥാനപരമായി ഈ കർഷകർ ഉന്നയിക്കുന്ന പ്രശ്നം വളരെ ജെന്യൂനാണ്. ഇതിന് പിന്നിൽ ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയൊന്നും ആരോപിക്കേണ്ട. നോക്കൂ, സമരം ചെയ്യുന്നത് എവിടെ നിന്നുള്ള കർഷകരാണ്? പഞ്ചാബിൽ നിന്നുള്ള കർഷകരാണ്, ഹരിയാനയിൽ നിന്നുള്ള കർഷകരാണ്, ഉത്തർപ്രദേശിൽ നിന്നുള്ള കർഷകരാണ്. ഇതിൽ പഞ്ചാബിലെ കർഷകർ, ഇപ്പോൾ അവിടെ ആം ആദ്മി പാർട്ടിയാണ് ഭരിക്കുന്നതെന്ന് പറയാം. എന്നാൽ അവിടെ വലിയ സ്വാധീനമുള്ള 2 പാർട്ടികളാണ്, ശിരോമണി അകാലിദളും അതുപോലെ തന്നെ BJPയും. അവർ 2 പേരും കർഷകരെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് പഞ്ചാബിൽ. ഉത്തർപ്രദേശിലെ കർഷകർ, അവിടെ ആരാ ഭരിക്കുന്നത്? യോഗി ആദിത്യനാഥാണ് ഭരിക്കുന്നത്. ഹരിയാനയിൽ ഭരിക്കുന്നത് BJP ഗവൺമെൻറ്റാണ്. അവിടെ നിന്നാണ് ഈ കർഷക പ്രക്ഷോഭം വന്നിരിക്കുന്നത്. ഇനി ഈ കർഷക പ്രക്ഷോഭത്തെ നേരിട്ടൊരു രീതി കണ്ടോ? 144 പ്രഖ്യാപിക്കുക, കോൺക്രീറ്റ് മതിലുകൾ ഉണ്ടാക്കുക, ഒരാഴ്ചയായിട്ട് ഇൻ്റർനെറ്റ് നിരോധിച്ചു, 2 സ്റ്റേഡിയങ്ങൾ തുറന്നു വച്ചിരിക്കുകയാണ് ജയിലാക്കാൻ വേണ്ടിയിട്ട്, ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഈ ബാരക്കേഡുകൾ തീർക്കുക, സിമൻറ്റ് കൊണ്ടാണ് അവിടെ ഈ കോൺക്രീറ്റ് മതിലുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്, കണ്ടെയ്നറുകൾ കൊണ്ടുവന്നിരിക്കുക. ഈ രീതിയിലാണ് ഒരു സമരത്തെ നേരിടുന്നത്. ഡൽഹിയിലേക്ക് കയറണ്ടെന്നാണ് പറയുന്നത്. ഇതെങ്ങനെയാണ് ഒരു ജനാധിപത്യ രീതിയാകുന്നത്? ജനാധിപത്യത്തിൽ ഏത് വിഭാഗത്തിനും പ്രക്ഷോഭം നടത്താനും പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട്. കർഷകരാകുമ്പോൾ അവരോട് നമ്മൾ ഈ അന്നദാതാവ് എന്ന് ഈ നാഴികയ്ക്ക് 40 വട്ടം പ്രസംഗിച്ചാൽ മാത്രം പോരല്ലോ. അവരോട് ആ കാരുണ്യം ഉണ്ടാകണമല്ലോ. ആ കാരുണ്യത്തിന് പകരം അവരെ അടിച്ചമർത്താനും അവർക്ക് ഡൽഹിയിലേക്ക് പ്രവേശിക്കാതിരിക്കാനും ഒക്കെയുള്ള സമീപനമാണ് കേന്ദ്ര സർക്കാർ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ പറയുന്നത്, ഇതിനകത്ത് ഞാനൊരു രാഷ്ട്രീയവും കാണുന്നില്ല. ഇനിയിപ്പോൾ നടക്കാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതിപ്പം BJPക്ക് എന്തെങ്കിലും കോട്ടമുണ്ടാക്കുമോ, അല്ലെങ്കിൽ കോൺഗ്രസിന് എന്തെങ്കിലും നേട്ടമുണ്ടാക്കുമോ, അല്ലെങ്കിൽ മറ്റു പാർട്ടികൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടാകുമോ എന്നതിനപ്പുറത്ത് ഈ മനുഷ്യരുന്നയിക്കുന്നൊരു വലിയ പ്രശ്നമുണ്ട്.
അതിദയനീയമാണ് ഇന്ത്യയിലെ കർഷകൻ്റെ അവസ്ഥ. ആ കർഷകൻ്റെ അവസ്ഥയെ വിളിച്ചു പറയുന്നൊരു സമരത്തിനാണ് ഇന്ത്യ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമരത്തെ അടിച്ചമർത്താനും അതിനോട് മുഖം തിരിഞ്ഞു നിൽക്കാനുമാണ് BJP സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒട്ടും തന്നെ ആശാവഹമായൊരു സാഹചര്യമല്ല. അതുകൊണ്ട് ഈ സമരത്തിനോടൊപ്പമാണ് ഞാൻ, ഈ സമരത്തിനോടൊപ്പമാണ് ഇന്ത്യയുടെ മനസാക്ഷി എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് ഈ പ്രക്ഷോഭം മുന്നോട്ട് പോകേണ്ടതുണ്ട്. കാരണം നമ്മെയൊക്കെ അന്നമൂട്ടിക്കൊണ്ടിരിക്കുന്ന ഓരോ മനുഷ്യനും പല സ്ഥലങ്ങളിൽ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു നല്ല സൂചനയല്ല. അതുകൊണ്ട് ഈ സമരത്തെ എല്ലാവരും പിന്തുണയ്ക്കേണ്ടതുണ്ട്. കാരണം അതിനകത്ത് രാഷ്ട്രീയമല്ല, അതിനകത്തൊരു മനുഷ്യത്വത്തിൻ്റെ പ്രശ്നമാണുള്ളത്. Meet the editors.